എന്റെ ആങ്ങളുടെ നേരെ ഉണ്ടായ പൊളിറ്റിക്കൽ അറ്റാക്ക് അല്ലേ അത്? സത്യം പറയേ, ആ ചെറുപ്പക്കാരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് നിങ്ങളല്ലേ? ആണെങ്കി എന്താ നിങ്ങൾ പറഞ്ഞേ? അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ വേണോട്ടാ. എന്റെ മനസ്സ് ദൈവം കാണുന്നുണ്ട്. ആ അബോഷൻ നടക്കാനുള്ള കെമിക്കൽ കൊടുത്തത് ഞാനാണെന്ന് എനിക്കും രുക്മിണിക്കും മാത്രമേ അറിയൂ. അല്ല, ശ്രീലക്ഷ്മി ഇപ്പോഴും നിങ്ങളോട് ശത്രുതയിലാണോ? ശത്രുതയിലാണോന്നോ? ആ കുരിപ്പയ്യ അവളുടെ ഭർത്താവ് മണ്ടനും കൂടെ ഏത് നേരവും ഇവിടെ വന്ന് ഇവളുടെ നേരെ വെല്ലുവിളിയാ. ഇവര് ഭാഗ്യമാതാവും ഭാഗ്യപിതാവുമാണ്. ഇങ്ങനെ തലതെറിച്ച മോള്. ആ ശ്രീലക്ഷ്മിയെ കണ്ടാലറിയാം, അവളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അഹന്ത. ഇങ്ങനത്തെ മക്കളുണ്ടായ മാതാപിതാക്കൾ കെട്ടിത്തൂങ്ങി ചാകേണ്ടി വരും. ശരിയാ, ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ ദീപക്ക് നാട്ടിൽ നടന്ന് ഇത്രയും ഗർഭക്കേസ് ഉണ്ടാക്കിയിട്ടും അംബികാമാടം എന്താ കെട്ടിത്തൂങ്ങി ചാവാത്തേന്ന്. ഈർക്കിലൊടുത്ത് ഇരുമ്പ് വടിക്ക് അടി വാങ്ങിച്ച്. അയ്യോ, പോലീസ്! നിക്ക്, പോലീസിനെ കണ്ടോണ്ട് അംബിക എന്തിനാ മുങ്ങുന്നേ? അതെ, എനിക്ക് പരിചയമുള്ള പോലീസാ. ഓ, ഞാൻ എന്താ എവിടെയെന്ന് അവര് ചോദിക്കും. എന്താ പോലീസ് ജയനെ തിരക്കി വന്നേക്കണെന്ന്. നിക്ക്. എന്താ സാർ? ഞാൻ ആ ജയൻ അന്വേഷിച്ച് വന്നതാ. അയാൾ ഇതിനകത്തുണ്ടോ? ആ, ജയൻ എന്റെ അളിയനാ. താമസം ഇവിടെ തന്നെയാ. പക്ഷേ ആളിപ്പോ ഇവിടെ ഇല്ല. എവിടെ പോയി? ചേട്ടാ, ചേട്ടാ, പുറത്ത് പോലീസ്. എന്നാ നീ ഇവിടെ ഇരിക്കണ കാശെടുത്ത് മാറ്റിക്കോ. എന്നെ പിടിച്ചാൽ ഒരു ചില്ലി പൈസ അമ്മാർ കിട്ടരുത്. എന്തായാലും കായലിലോ കടലിലോ വീണാലും ഞാൻ രക്ഷപ്പെടും. ഇതിനകത്ത് വലിയേറി ഞാൻ നീന്താൻ പഠിച്ചിട്ടുണ്ട്. ചെല്. അതറിയില്ല. ഇലക്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് ആള് വന്നിട്ടില്ല. അവൻ മുങ്ങി നടക്കുക. മര്യാദയ്ക്ക് സ്റ്റേഷനിൽ വന്ന് സറണ്ടർ ആയിക്കോളാൻ പറഞ്ഞോണം. ഇല്ലെങ്കിൽ അവനെ കൈ കിട്ടിയാ ആ വൈരാഗ്യം കൂടി ഞങ്ങളങ്ങ് തീർക്കും. പറഞ്ഞേക്കാം. എന്താ മോനെ പ്രശ്നം? തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അനന്തംപിള്ള പണം ഒഴുക്കുമായിരുന്നമ്മേ. ആ കാശൊക്കെ കൊണ്ടു നടന്ന് വിതരണം ചെയ്തത് അളിയനും ആ പൊടിയാടിയും കൂടിയാ. പൊടിയാടി അകത്തായി. ഇനി അളിയനെ കൂടി അവർക്ക് കിട്ടണം. എന്റെ ദൈവമേ! അനന്തംപിള്ള വിതരണം ചെയ്യാൻ കൊടുത്ത കാശ് മുഴുവനും എന്റെ മോനും മരുമോളും കൂടെ എവിടെയോ താഴ്ത്തിയിട്ടുണ്ട്. അയ്യോ അംബിക, പോലീസ് പോയി വാ. അവരെന്തിനാ മുങ്ങിയത്? ദീപക്കിന് വേണ്ടി അംബികാ മേഡവും കാശ് ഒഴുക്കിയെന്നാ ആ പോലീസുകാര് പറയുന്നത്. പിടി വീഴും. ആ, ആർക്കാരെയാ സംശയിക്കാൻ പാടില്ലാത്തെ? മകൻ ഇലക്ഷന് നിന്നു എന്നുള്ളത് ശരി. പക്ഷേ ഞാൻ പ്രവർത്തിച്ചതേ എന്റെ ആങ്ങളയ്ക്ക് വേണ്ടിയായിരുന്നു. പിന്നെ ഏത് പോലീസാ എന്നെ സംശയിക്കുന്നത്? കട്ടാ നിൽക്കാൻ പഠിച്ചവരാ ശരിയായ കള്ളന്മാര്.
എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോഴേ എനിക്കറിയാം ഇതെന്റെ ആജന്മ ശത്രുവിന്റെ വീട് തന്നെയാന്ന്. ഒരു ചോദ്യമല്ല, ഒന്നിനു പുറകെ മറ്റൊന്നായി 1000 ചോദ്യങ്ങൾ ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. എനിക്ക് അതിൽ പ്രത്യേകതയൊന്നും ഇല്ലാത്തതുകൊണ്ട് നീ ചോദിക്കേ. ഓരോ ചോദ്യങ്ങൾക്കും ന്യായമായ ഉത്തരം തരാൻ ഞാൻ റെഡിയാ. ഇപ്പോ ഒറ്റ ചോദ്യമേ ഉള്ളൂ. അതിന് സത്യമായ ഉത്തരം കിട്ടണം. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ചേടാ, ഇത് തുടങ്ങിയപ്പോഴേ ഭീഷണിയാണല്ലോ. ഭീഷണിയിലൊന്നുമേ അങ്ങനെ പേടിക്കാത്തവളാ ഈ അംബികയെന്ന് നിനക്കറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാ പെണ്ണേ എന്നെ വരട്ടുന്നത്? അച്ഛനെ യാത്രയാക്കാൻ പോയപ്പോ ഒരു സംഭവം ഉണ്ടായി. അത് നിങ്ങള് ഓർക്കുന്നുണ്ടല്ലോ? ആ, ഓർക്കുന്നുണ്ട്. അല്പം സാഹിത്യ ഭാഷയിൽ പറഞ്ഞ 2 ക്ഷുഭിത യൗവനങ്ങൾ പ്രതാപനെ ഇൻസൾട്ട് ചെയ്യുകയും കടൽ കിഴവനെന്ന് വിളിക്കുകയും ഷർട്ടില് മഷി ഒഴിക്കുകയും ചെയ്തു. അപ്പോ കൃത്യമായ കാര്യം ഓർമ്മയുണ്ട്. പിന്നെ അതൊക്കെ മറക്കാൻ പറ്റുമോ? എന്റെ ആങ്ങളുടെ നേരെ ഉണ്ടായ പൊളിറ്റിക്കൽ അറ്റാക്ക് അല്ലേ അത്? സത്യം പറയേ, ആ ചെറുപ്പക്കാരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് നിങ്ങളല്ലേ? ആണെങ്കി എന്താ നിങ്ങൾ പറഞ്ഞേ? അതില് യാതൊരു പങ്കും എനിക്കില്ലാന്ന് ഞാൻ പറഞ്ഞ നീ അത് വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്ക, ഞാൻ തന്നെയാണെങ്കിൽ എന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഞാൻ വിറപ്പിക്കാതടി. അങ്ങനെ വിറയ്ക്കുന്നവളല്ല ഞാൻ. പ്രതാപന്റെ വെറും വളർത്തു മകളായ നിനക്ക് പറ്റിക്കാമെങ്കിൽ അവന്റെ സ്വന്തം ചേച്ചിയായ എനിക്ക് പലതും ആവാം. ഞാൻ പ്രതാപവർമ്മയുടെ വളർത്തു മകളാണെന്നുള്ള പ്രചരണം അത് നിങ്ങളുടെ കൊലപാതകത്തിലൂടെ അവസാനിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ആവാം. നിങ്ങളെ ഞാൻ കൊല്ലട്ടെ. ഇവരെ തട്ടിക്കളയണമെങ്കിൽ അതിന് ഈ വീട് തന്നെ തെരഞ്ഞെടുക്കണമെന്നുണ്ടോ? അതിന് ഋതു ഞാനും വെറുതെ പ്രതികളാവണമെന്നുണ്ടോ? കൊലപാതകി ആരാണെന്ന് അറിയാതെ ഏതെങ്കിലും ഒരു കായൽ ഇവരുടെ ശവം ഒഴുകി നടക്കുന്നതല്ലേ അതിന്റെ ബുദ്ധി? എടാ,